കേരള സാബർമതി സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതാ രത്ന അവാർഡ് സമർപ്പണവും വനിതാ പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും പുന്നപ്ര ശാന്തി ഭവനിൽ സംഘടിപ്പിച്ചു. മാരാരിക്കുളം ഗ്രാമപഞ്ചായത്ത് CDS ചെയർപേഴ്സൺ കലവൂർ ലളിതാജി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സാബർമതി സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം അധ്യക്ഷത വഹിച്ചു. പള്ളിപ്പുറം വിസിറ്റേഷൻ കോൺവെന്റ് സുപ്പീരിയർ സിസ്റ്റർ മെറ്റിൽഡ ലോറൻസ് വനിതാ ദിന സന്ദേശവും നൽകി. എഴുത്തുകാരി ലീല രാമചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സാബർമതി ഏർപ്പെടുത്തിയ വനിതാരത്ന അവാർഡ് കലവൂർ ലളിതാജിയിൽ നിന്നും മേരി ആൽബിൻ ഏറ്റുവാങ്ങി. ചടങ്ങിൽ റിട്ടയേർഡ് നഴ്സിംഗ് സൂപ്രണ്ട് ഷീല ടി, ശാന്തിഭവനിലെ നഴ്സുമാരായ അമ്പിളി റാവു, ജമീല ഷിമിർ എന്നിവരെ ആദരിച്ചു. ശാന്തിഭവൻ മാർട്ടിൻ ക്രിസ്റ്റി ബ്രദർ മാത്യു ആൽബിൻ, ഫാദർ ഈനാശു വിൻസെന്റ് ചിറ്റിലപ്പള്ളി MCBS, സാമൂഹ്യ പ്രവർത്തകൻ PA കുഞ്ഞുമോൻ, ആശാ കൃഷ്ണാലയം എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. സാബർമതി ജനറൽ സെക്രട്ടറി ടോം ജോസഫ് ചമ്പക്കുളം സ്വാഗതവും ME ഉത്തമക്കുറുപ്പ് നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ ശാന്തിഭവൻ ജീവനക്കാർ മേരി ആൽബിന് ആദരവും ഉപഹാരവും നൽകി. ഇന്ന് കേരള സബർമതി സാംസ്കാരിക വേദി ഇവിടെ ഒരു വനിതകളെ ആദരിക്കുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ ദിനാചരണവും അതോടൊപ്പം തന്നെ പുരസ്കാര സമർപ്പണവും ഒക്കെയായി നമ്മൾ ചടങ്ങ് ആരംഭിക്കുകയാണ്. എല്ലാവരും എത്തിച്ചേർന്ന് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാന്യനായ കേരള സബർമതി സാംസ്കാരിക വേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോസഫ് മാരാരിക്കുളത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ആൽബിൻ ബ്രദറെ, എനിക്കെത്രയും സ്നേഹം നിറഞ്ഞ ഈ യോഗത്തിൽ ആദരിക്കപ്പെടുന്ന ആൽബിൻ ബ്രദറിനെ ആൽബിൻ ബ്രദറാക്കിയ മേരിയമ്മ ചേച്ചി, ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് എന്ന് മനുഷ്യന് മുമ്പിൽ പ്രവർത്തിച്ച് കാട്ടുവാൻ മാനവ സേവയാണ് മാധവ സേവ എന്ന ആപ്തവാക്യം തൻ്റെ ജീവിതത്തിലുടനീളം പ്രാവർത്തികമായി ഒരു ചെറ്റക്കുടലിൽ നിന്നും ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ആരുടെയും സഹായം അധികം വാങ്ങിക്കാതെ സ്വന്തമായ നിലയിൽ തൻ്റെ മക്കളെ കാക്കുന്ന 150-150 ആളുകളെ ഇവിടെ ഒരു കുടക്കീഴിൽ, ഒരു കൂരയ്ക്ക് കീഴിൽ കൊണ്ടുവന്ന് തൻ്റെ സ്നേഹം ലോകത്തിന് മുഴുവൻ പകർന്നു നൽകുന്ന ബഹുമാനപ്പെട്ട ആൽബിൻ ബ്രദറിനെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശിരസ നമിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. എപ്പോഴും ബിഹൈൻഡ് എവരി മാൻ ദെയർ ഈസ് എ വുമൺ. അവരുടെ സക്സസ്സിന് പുറകിൽ ഒരു വനിതയുണ്ടാവും. വനിത ഒരിക്കലും പിക്ചറിലേക്ക് വരാറില്ല, കർട്ടന് പുറകിലാണ് എപ്പോഴും ഉള്ളത്. മേരിയമ്മ ചേച്ചി എപ്പോഴും അങ്ങനെ തന്നെയാണ്. കർട്ടന് പുറകിൽ നിന്നുകൊണ്ട് അടുക്കളയിൽ നിറസാന്നിധ്യമായി ഭക്ഷണത്തിൽ തൻ്റെ മാതൃനിർവിശേഷമായ സ്നേഹം കലർത്തി, രുചിയോടൊപ്പം സ്നേഹവും കലർത്തി ഈ അന്തേവാസികളെ മക്കളെ പോലെ കാക്കുന്ന, തൻ്റെ മക്കളോടൊപ്പം കാക്കുന്ന ആൽബിൻ ബ്രദറിന് കട്ട സപ്പോർട്ടുമായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഇന്ന് ആദരിക്കപ്പെടുന്ന സാബർമതി വനിതാ രത്ന പുരസ്കാര ജേതാവായിട്ടുള്ള വനിതാ ദിനത്തിൽ നമ്മളെപ്പോഴും അവരുടെ പ്രവർത്തനങ്ങളെ നന്ദിയോടുകൂടി ഓർക്കേണ്ട ബഹുമാനപ്പെട്ട മേരി ആൽബിൻ, മേരിയമ്മ ചേച്ചിയെ ഹൃദയപൂർവ്വം ഞാൻ ക്ഷണിക്കുകയാണ്. ഇപ്പോഴും താഴെ തൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപൃതയായിരിക്കുന്ന മേരിയമ്മ ചേച്ചിക്ക് ദീർഘായുസ്സും നല്ല ആരോഗ്യവും നേരുകയും ചെയ്യുന്നു. ഇവിടുത്തെ അന്തേവാസികളെ ഞാൻ ക്ഷണിക്കണം. നിങ്ങളില്ലാതെ എന്താഘോഷമാണ് നമുക്കുള്ളത്. ഹൃദയപൂർവ്വം എല്ലാവരെയും ഈ വനിതാ ദിനത്തിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവിടുത്തെ സ്റ്റാഫിനെ എല്ലാവരും ഒറ്റയ്ക്ക് ഒരു നൂലിൽ കോർത്ത മണികൾ പോലെ നിൽക്കുന്നത് കൊണ്ടാണ് പ്രവർത്തനം ഒന്നായി പോകുന്നത്. ഹൃദയപൂർവ്വം എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒരു പോയിൻ്റ് മാലയും ഒരു കൊച്ചു കമ്മലുമായിട്ട് ആൽബിൻ ചേട്ടൻ്റെ കൈപിടിച്ച് വന്ന മേരി ചേച്ചിയുടെ പഴയകാല ജീവിതങ്ങളെല്ലാം പറയുമ്പോൾ ഞാനൊരു 2 ഉദാഹരണം പറഞ്ഞില്ലെങ്കിലും ഈ വനിതകൾ പറയും, ഈ ഭർത്താവിനെ കൊണ്ട് ഞാൻ തോറ്റു, ഞങ്ങൾക്ക് ഇനി ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ജീവിതം നിങ്ങൾ കേട്ടു നോക്കണം. നമ്മൾ സാധാരണ ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്ത് പോയിട്ട് വരുമ്പോൾ മക്കൾക്ക് പക്കാവടയോ പരിപ്പോടെയോ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ട് വരുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇവരുടെ ദാമ്പത്യ ജീവിതം എന്ന് പറഞ്ഞാൽ ആ നാടൻ പെൺകുട്ടി അല്ല പള്ളിയിൽ IMS നൊവേന കൂടിയും പ്രാർത്ഥിച്ചും ദുർഗസന ചൊല്ലിയും നന്മധർമ്മ ചൊല്ലിയും 53 ചൊല്ലി ആ പെൺകുട്ടി ഇത്രയും വലിയൊരു തീക്കടലിലേക്കാണ് വന്ന് വീഴുമെന്നൊന്നും അറിഞ്ഞില്ലായിരുന്നു. നല്ലപോലെ ജീവിക്കുന്നതിന് വേണ്ടി ആൽബിൻ ചേട്ടൻ ശ്രമിച്ചെങ്കിലും ആരും കൊലപാതകയോ കുറ്റവാളിയായിട്ട് ജനിക്കുന്നില്ല. അവനെ സമൂഹം അങ്ങനെ ആക്കുന്നതിനാണ് ഏറ്റവും വലിയ തെളിവായിരുന്നു ആൽബിൻ ചേട്ടൻ. ആ ആൽബിൻ ചേട്ടൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറയണം. ഈ മേരി ചേച്ചിയുടെയൊക്കെ മനസ്സ് സമ്മതിക്കണം.
ജീവിതത്തിലെ കുടുംബജീവിതത്തിൽ ഒരിക്കൽ പോലും സന്തോഷം കിട്ടിയില്ലെങ്കിലും ആ തീവ്രമായ പൂർവ്വകാല ദാരിദ്ര്യത്തിലും അവർ സന്തോഷിച്ച് കൂടി ഇപ്പോഴ് 162 അന്ത്യാവാസികൾക്ക് വെച്ച് വിളമ്പിക്കൊടുത്ത് അവരുടെ ദുഃഖങ്ങൾ അവരുടെ വിഷമങ്ങളെല്ലാം മറന്ന് ഇപ്പോഴെന്തെല്ലാം അസുഖങ്ങളുണ്ട് ആ അസുഖത്തിൽ നമ്മളെ കൂടെ ഇവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു. ഇവിടെ ഞങ്ങൾ വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അടുക്കള വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമുള്ള ആളാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മേരി ചേച്ചി അടുക്കള ചെന്ന് കാണാതെ പോയി ചോദിക്കും, സാർ ഇങ്ങോട്ട് കയറിയില്ലെന്ന്. ആൽബിൻ ബ്രദറിനെ ഞാൻ വിളിച്ചാൽ നമ്പരൊന്നും ഇട്ടിട്ടില്ല, ഫോൺ വിളിക്കാം, നമ്മുടെ സാറില്ലെന്നേ പറയത്തുള്ളൂ. അത്രയധികം സ്നേഹത്തോടുകൂടി നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് സബർമതി സാംസ്കാരിക വേദിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം അഭിമാനമുള്ള നിമിഷത്തിലാണ് നമ്മൾ ഈ മേരി ചേച്ചി ആദരിക്കുന്നത്. ഒത്തിരി ഉദാഹരണങ്ങൾ പറയാനുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. കാര്യം നല്ലൊരു ദിവസം ഇതുപോലത്തെ കടാരയിലെയും വടിവാളിൻ്റെയും അക്രമത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിക്കാൻ ഞാൻ ആവതല്ല. എനിക്ക് പറയാനുള്ള ഒരു അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ്, നോട്ട് യുവർ ട്രബിൾസ്. നിങ്ങളുടെ നന്മകളെ എണ്ണുക, നിങ്ങളുടെ ട്രബിളുകളിൽ എണ്ണണ്ട. അച്ഛനുള്ളതുകൊണ്ട് ഞാൻ ബൈബിളിൽ ഒരു വാക്യം പറയാണ്, സുഭാഷിതങ്ങളിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഉത്തമ ഭാര്യയുള്ളവൻ ഭാഗ്യവനാവുന്നു. ഉത്തമ ഭാര്യയുള്ളവൻ ഭാഗ്യവാനാവുന്നു. എന്തുകൊണ്ടെന്നാൽ ആയുസ് ഇരട്ടിക്കും. അതിനുള്ള ഏറ്റവും ദീർഘമായ ഉദാഹരണം, വെട്ടി നോക്കി ശരീരം മൊത്തം വെട്ടിൻ്റെ പാടാ, സ്റ്റിച്ചിൻ്റെ പാടാ. എന്നിട്ട് ഈ മനുഷ്യൻ ജീവിക്കുന്നത് ഒരു ഉത്തമ ഭാര്യയുള്ളതുകൊണ്ട് ഈ കുടുംബത്തിന് നല്ലൊരു കയ്യടി കൊടുക്കാം. അവരുടെ പ്രവർത്തനങ്ങൾ സർവേശ്വരൻ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സർവേശ്വരൻ തരട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്നത്രയും കാലം ഈ ഭൂമിയിൽ ഇവിടെ ജീവിക്കാൻ കർത്താവ് തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒക്കെ നന്ദി, നമസ്കാരം. ഏതൊരു ഒരു പുരുഷൻ്റെ ഉയർച്ചയ്ക്ക് മുമ്പിൽ ആ സ്ത്രീയുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞ നമ്മുടെ മേരിയമ്മ. എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നെന്ന് ഓർത്തു പോകും. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളൊക്കെ കുഴഞ്ഞു പോകാറുണ്ട്. പക്ഷേ ഇതെല്ലാം ഇത്രയും പേര് വെച്ചാൽ സ്വന്തം മക്കളെ പോലെ അല്ലെങ്കിൽ സഹോദരനെ പോലെ മറ്റുള്ളവരെ പോലെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെയെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവരിലൊരാളായിട്ട് ഓരോ ദിവസങ്ങളും തള്ളി നീക്കുന്ന അവരുടെ ജീവിതം, ഒത്തിരി ത്യാഗപൂർണമായ ജീവിതങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് ഇവിടം വരെ എത്തി. ഇപ്പം ചിലർ പല വഴിയിലും തളർന്നു പോകുന്നവരുണ്ട്. എന്നുവെച്ചാൽ പല വേദനകളും നിറഞ്ഞ ആ ജീവിതത്തിൽ പലതും നേരിടേണ്ടി വരുമ്പോൾ തളർന്നുകൊണ്ട് ആത്മഹത്യയിലേക്ക് പോകുന്ന പലരുമുണ്ട്. അവരെ അതിനൊന്നും തുനിയാതെ കണ്ട് ധൈര്യമായി ആ ജീവിതത്തെ നേരിട്ടുകൊണ്ട് നല്ലൊരു പാതയിലേക്ക് വരികയും ആ പാതയിലൂടെ മറ്റുള്ളവരെ നയിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം അത്ര പറയുമ്പോൾ നിസ്സാരമായെന്ന് തോന്നിയേക്കാമെങ്കിലും അത്ര നിസ്സാരമല്ലാത്ത കാര്യം ഒരിക്കലും ചെയ്യാൻ പറ്റും. ചിലപ്പോൾ കിടപ്പ് രോഗികളായിട്ടുള്ളവരുണ്ടാകും, അല്ലാതെ മാനസിക വിഭ്രാന്തികൾ പെട്ടവരുണ്ടാകും, ആരുമില്ലാത്ത വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടവരെല്ലാം കൊണ്ട് ഞാൻ തുടർച്ചയായിട്ട് ഇവിടുത്തെ വാർത്തകൾ കാണുമ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അപ്പോഴൊക്കെ ഞാൻ ഓർക്കാറുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പോകണം. ഞാൻ എൻ്റെ CDS മെമ്പർമാരോടെല്ലാം പറയും, നമുക്ക് ഒരു ദിവസം അവർക്കായിട്ട് ചിലവഴിക്കണം, നമുക്ക് പോകണം, അവർക്ക് വേണ്ടുന്ന എന്തെങ്കിലും ഒരു ദിവസമെങ്കിലും നമ്മൾക്ക് അവരോടൊപ്പം താമസിക്കണം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും വരാൻ എനിക്ക് ഒറ്റയ്ക്കായിട്ട് ആ ഭാഗ്യം കിട്ടി. പക്ഷേ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എന്തെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ CDS മെമ്പർമാരുമായിട്ട് ഞാനിവിടെ വന്ന് ചിലവഴിക്കും. എന്ന് വെച്ചാൽ അവർക്കൊരു മെസ്സേജ് ആകണം. ഒരിക്കലും നമ്മളെ വാർദ്ധക്യത്തിലോട്ട് പോകുമ്പോൾ തെരുവിലായി പോകരുത്. അത് ഈ പുതിയ തലമുറയും
എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഈ അവസരത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇത്രയും പേര് ഞങ്ങൾക്ക് സാബർമതി സാംസ്കാരിക സമിതിക്ക് ഈ ഒരു നല്ല ഒരു സ്ഥലത്ത് തന്നെ വന്ന് നല്ല രീതിയിൽ ഇവർക്കൊരു ആദരവ് കൊടുക്കാൻ, അതായത് നല്ല പ്രവർത്തികൾ ഏറ്റവും അർഹതപ്പെട്ടവർക്ക് തന്നെ ആദരവ് കൊടുക്കാൻ കഴിഞ്ഞ് വളരെ സന്തോഷമുണ്ട്. അവരുടെയൊക്കെ കർമ്മപഥത്തിൽ അവരിനി ഒത്തിരി ദൂരം മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയട്ടെ എന്നും അതിനായിട്ട് എല്ലാവിധ സഹായങ്ങളും ചെയ്യാൻ കഴിയാവുന്ന സഹായങ്ങളെല്ലാം ചെയ്തു തരാൻ പറ്റുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് നല്ലൊരു വനിതാ ദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പിടിച്ചോ. എന്താണ് മേരിയമ്മ ഇന്ന് ലോകത്തിന് നൽകുന്ന വലിയൊരു സന്ദേശം? തീർച്ചയായും ആൽബിനപ്പനും നൽകുന്ന വലിയൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ചെമ്മീൻ ഞാൻ കടമെടുക്കുകയാണ്. ചെമ്മീൻ കടമെടുക്കുന്നു പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അധികം വിശദീകരിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ആ നോവലിൻ്റെയും ആ സിനിമയുടെയൊക്കെ ആശയം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. ആ കടലിനക്കരെ പോണോരെ എന്ന് പറയുന്ന ആ ഗാനം എനിക്ക് പാടാനൊന്നും ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. അതിനകത്ത് പക്ഷെ ഒരു വരി മാത്രം ഞാനിവിടെ പറയാണ്. അരയത്തി പെണ്ണു തപസ്സിരുന്നു. അതെ, അതിൻ്റെ ആ ഒരൊറ്റ വാക്ക് മതി, ആ വാചകവും മതി. ഭാര്യ വിശ്വസ്തയായിരിക്കുമ്പോൾ ഭർത്താവ് സുരക്ഷിതനാണ്. ഭർത്താവ് വിശ്വസ്തനായിരിക്കുമ്പോൾ ഭാര്യയും സുരക്ഷിതയാണ്. രണ്ടും തുല്യമാണ്. പക്ഷെ നോവലിലെ രണ്ടാം ഭാഗം അത്രയും വരുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മേരിയമ്മയ്ക്ക് അവിശ്വസ്തതയുടെ ഒരുപാട് മേഖലകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആൽബിനപ്പനും ആ മേഖലകളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒരു കത്തോലിക്ക ആധ്യാത്മിക, ഒരു ക്രൈസ്തവ ആധ്യാത്മിക ദൈവശാസ്ത്രത്തിലൂടെ നോക്കുമ്പോൾ ഈ വിജയത്തിൻ്റെ പുറകിൽ കിടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവാനുഗ്രഹമാണെങ്കിൽ, അതെ, ദൈവാനുഗ്രഹമാണെങ്കിൽ അത് പറയുമ്പോൾ ഒറ്റ വാക്കിൽ ചുരുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു മർമ്മം കിടക്കുന്നത് ജീവിത വിശുദ്ധിയാണ്. ആ ജീവിത വിശുദ്ധിയെ ദൈവത്തിന് അംഗീകരിക്കാതിരിക്കാൻ പറ്റുകയില്ല. ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ കുമ്പിടുന്ന യാഥാർത്ഥ്യമാണത്. അപ്പോൾ ആൽബിനപ്പന് വലിയവനാക്കിയത് ആ മേരിയമ്മയുടെ പ്രതികൂല സാഹചര്യങ്ങളിലുള്ള ദാമ്പത്യ വിശ്വസ്തതയാണ്. ആൽബിനപ്പനെ സംബന്ധിച്ചും കൊല്ലും കൊലയും കാര്യങ്ങളൊക്കെ ഒത്തിരി നടന്നിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ വിശ്വസ്തനാണ്. അപ്പോൾ വനിതകളെ ആദരിക്കുന്ന മേരിയമ്മയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ആദരിക്കുമ്പോൾ
ഈ ഒരു കാര്യം ഞാൻ എടുത്ത് പറയുകയാണ്. ലോകത്തിലുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാർക്കും ഓരോ, പ്രത്യേകിച്ച് ഇന്നത്തെ വനിതയുടെ ദിവസമായതുകൊണ്ട് പ്രത്യേകിച്ച് എന്ന് പറയാണ് കേട്ടോ, പ്രത്യേകിച്ച് ഏത് സാഹചര്യത്തിലും ഭർത്താവിനോട് വിശ്വസ്തയായിരിക്കുവാനായിട്ട് സാധിക്കട്ടെ. ആ ഒരു സന്ദേശം പ്രത്യേകമായി ഇന്നത്തെ ലോകത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ. ആ ലോകത്തിന് അത് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആശയത്തിലേക്ക് വരണം. എന്താ? സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, സ്ത്രീയും പുരുഷവും അല്ലാത്ത ഒരു വ്യക്തിത്വമായിക്കൊള്ളട്ടെ, മനുഷ്യനാണ്, മനുഷ്യനായിട്ട് എല്ലാവരെയും കാണട്ടെ. ഇത്രയും വാക്കുകൾ പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തുകയാണ്. താങ്ക് യു. ഞാനിന്ന് ഈ വനിതാ ദിനത്തിൽ ഇത്രയും ആൾക്കാർ ആദരിക്കുവാൻ എൻ്റെ ദൈവം അവർക്ക് മനസ്സ് കൊടുത്തു, ഈ ആലയത്തിൽ കൊണ്ടുവന്നു. ഇത്രയും വലിയ കാര്യങ്ങൾ പറയുവാൻ കഴിഞ്ഞു മറന്നുപോയതും ജനപദങ്ങളായ മക്കൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കൊടുക്കുവാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങൾ ഓർപ്പിച്ച സാറിനൊക്കെ ഒത്തിരി നന്ദി പറയുവാണ്. ഞാൻ അനുഭവിച്ചതിന് 4-1 ഇവിടെ വന്നിട്ടുള്ളൂ. ഒരുപാട് ഞാൻ മനുഷ്യ ചിന്തയിൽ എന്നെക്കൊണ്ട് മാത്രം താങ്ങുന്നതല്ല, എൻ്റെ ദൈവവുമായിട്ട് ഞാൻ പ്രാർത്ഥനയിലും സാറ് പറഞ്ഞ പോലെ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും അന്ന് ആ കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്നു. അപ്പോഴും എൻ്റെ ഭർത്താവ് നേരെ ആകുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തിൻ്റെ തിരുവചനം എൻ്റെ ആത്മാവിനെ നയിച്ചുകൊണ്ടിരുന്നു. ഞാൻ പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വചനത്തിൽ ഞാൻ ഒത്തിരി ശക്തി പ്രാപിച്ചവളാണ്. ഇന്നും ഈ ആലയത്തിൽ ഞാൻ വചനം വായിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഞാനത് എൻ്റെ വേദന വരുമ്പോഴും അല്ലാത്തപ്പോഴും ഞാൻ വായിക്കും. എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ ഭർത്താവിനെയൊക്കെ ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ട് ഞങ്ങൾ ഇന്നും ആ തിരഞ്ഞെടുപ്പ് ഗണത്തിൽ ദൈവത്തിന് സ്വീകാര്യ ബലിയായി ഞാൻ കടന്നുപോയവളാണ്. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ് കടന്നു പോകുന്നത്. അന്ത്യം വരെ അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ജീവിക്കുന്നത്. എന്നാൽ ഇത്രയും മക്കൾക്ക് ചിത്രപ്രശ ചെയ്യുന്നതിൽ എനിക്കൊരു മടിയുമില്ല, ജോലി ചെയ്യുന്നതിനും മടിയില്ല. എല്ലാം ദൈവത്തിന് സ്വീകാര്യ ബലിയായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാം വനിതകളായ മക്കളോടും എല്ലാ തലമുറയിൽ കുടുംബം ജീവിതം നയിക്കുന്നവരോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. സഹനങ്ങൾ വരുമ്പോൾ, നമുക്ക് ഓരോരുത്തർക്കും പറ്റിയിരിക്കുന്ന സഹനങ്ങൾ വരുമ്പോൾ അത് ഏറ്റുവാങ്ങിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ അതിനെല്ലാത്തിനും ഉപരി ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ കുടികൊണ്ടെങ്കിൽ മാത്രമേ കടന്നു പോകാൻ പറ്റുള്ളൂ. എൻ്റെ മാനുഷികതയിലൊന്നും ഞാനിവിടം വരെ വരികയില്ല. എൻ്റെ ദൈവം എന്നെ നയിച്ചതുകൊണ്ട് മാത്രം ഞാനിവിടം വരെ വന്നു. അതുകൊണ്ട് എനിക്ക് വനിതാ ദിനത്തിൽ എല്ലാവരും, ഈ സംഘടന എന്നെ കഴിഞ്ഞ വർഷം അവർ ആദരിച്ചു, ഈ വർഷവും വന്ന് ആദരിച്ചു. അവർക്ക് എല്ലാവർക്കും സംഘടനയെ ഒത്തിരി നന്ദിയോടെ ഓർക്കുന്നു. അവരെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഇതുപോലുള്ള വൻ കാര്യങ്ങൾ ചെയ്യുവാൻ ഇനി അവരെ കൂടുതൽ ശക്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിനു ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിനു ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയന മണവാളനെ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല. മണവാളൻ വരും വാനമേഘത്തിൽ, മയങ്ങാൻ ഇനിയും സമയമില്ല.
മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. മധ്യാകാശത്തിങ്കൽ മകൾ ദിനത്തിൽ മണവാട്ടിയായി നാം പറന്നു പോകും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യ തേജസ്സിൻ കനമോർത്തിടുമ്പോ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം എൻ്റെ ഭാര്യയെ, എൻ്റെ മേരിയെ, എൻ്റെ സ്വന്തത്തിനെ ആചരിക്കുവാൻ കാണിച്ച എൻ്റെ സംഘാടകർക്ക് നന്ദി പറയുക. കാരണം ദൈവം സ്നേഹമാണ്. സൃഷ്ടിയിൽ ഒരു മനുഷ്യനും ചീത്തയാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും നന്മയായിട്ടാണ് കാണുന്നത്. അതിൽ ചില പ്രത്യേകതയായിട്ട് ചിലർ തിരഞ്ഞെടുത്ത് പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നു. അവരെ എനിക്ക് ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് 74 വയസ്സിൽ ഞാനിപ്പോൾ നിന്നുകൊണ്ട് എൻ്റെ ഭാര്യ ആചരിച്ചപ്പോൾ അവളുടെ പാട്ടൊക്കെ കേട്ടിരിക്കുക. എത്ര കേസുകളിൽ പ്രതിയാണെങ്കിലും എന്നെ ഒരു ദിവസം പോലും എന്നെ ഇട്ടിട്ട് പോയിട്ടില്ല, പോകാനും പറ്റിയില്ല. അതിനൊരു കാരണമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ മദ്യമായിട്ട് സുമാരക്കുറിപ്പ് തന്ന കാശിന് മദ്യമായിട്ട് ചെന്നപ്പോൾ, മദ്യം മേടിച്ചിട്ട് ചെന്നപ്പോൾ ഇതിനാണോ അവർ വന്നത്, അവരെ ഞാൻ ഓടിച്ചേനോ എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറയുമ്പോൾ ഞാനിത് സാഷ്ടാംഗം വീണ് പറഞ്ഞ് കുടി നിർത്തി, ഒരു സ്മോൾ അടിച്ചിട്ട് നിർത്തിയേക്കാന്ന് പറഞ്ഞ് കാല് വെച്ചിട്ട് കാല് ചുപ്പിച്ചുകൊണ്ട് മാപ്പ് പറയും. അപ്പോൾ അവളോട് തല്ലി പൊട്ടിക്കും. ഇനി മേലാണ് നീയാണാ സത്യം, മേരിയാണ് സത്യം, മക്കളാണാ സത്യം, 100,000 പ്രാവശ്യം മേരിയുടെ തലയിട്ട് സത്യച്ചിട്ടുള്ള ആളായ കഴിക്കല്ലെന്ന് വീണ്ടും കഴിക്കും. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇവനെന്ത് വാച്ചർ ചിത്രൂഷയാണ്. എന്താ ചിത്രൂഷ? കൈകാല് നഷ്ടപ്പെടുത്തിയിട്ടുള്ള എനിക്ക് കൈകാലുകൾ ഇല്ലാത്തവർക്ക് ഭക്ഷണം വാരിക്കൊടുത്തുകൊണ്ട് അവന് വാരിക്കൊടുക്കും, ഞാനും കഴിക്കും. ഇതെൻ്റെ പാവത്തിൻ്റെ പ്രാശ്ചിത്തമാണ്. ചെയ്യാൻ ദൈവം ഏതോ നാട്ടിൽ നിന്ന് ട്രെയിനിൽ കയറ്റി വിട്ട് പശു തിന്നുന്ന പോലെ തിന്നപ്പോൾ കൈ നീട്ടാൻ ഭാഗമില്ല, കൈ നീട്ടാൻ പറ്റില്ല. പിന്നെ കൈയില്ലാതെ നടക്കുമ്പോൾ ആരും വാരി കൊടുക്കുകയില്ല. ആലപ്പുഴ പ്രദേശത്ത് വഴി കിടക്കണ പഴത്തൊലി നക്കിപ്പിടിച്ച് തിന്നുന്ന കണ്ട്, മണ്ണോടെ തിന്നുന്ന കണ്ടപ്പോൾ ഞാൻ കൊണ്ടുപോകുന്ന മകനാ. ഇനി യുവാമനെ, നിങ്ങൾ പട്ടാളത്തിൽ 13 വർഷമല്ലേ? 13 വർഷം ജോലി ഉണ്ടായിരുന്ന പണിക്കര്, മാവേലിക്കരക്കാരനാണ്. എൻ്റെ കൂടെ 14 വർഷം ജയിലിൽ കിടന്ന ആളാണ്. ഞാൻ 12 കൊല്ലം കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അമ്പലപ്പുഴ പോയപ്പോൾ നടന്നു വരികയാണ്, പഴുത്ത് വല്ലാതെ. ഞാനിവിടെ കൂടെ നോക്കിയപ്പോഴാണ് പറഞ്ഞത്, ഇല്ലേ ശരിയല്ലേ? എന്താ പേര്? പണിക്കർ. എത്ര കൊല്ലം ജയിലിൽ? 13 വർഷം. പൊക്ക്. എൻ്റെ ജയിലിലുള്ള പലരും അവിടെ പണിയെടുത്ത കാശ് ഇവിടെ കൊണ്ട് തരാറുണ്ട്. പലരും ജയിലിൽ നിന്ന് പണിയെടുത്ത ഭാര്യയും ഭർത്താവും കൂടെ കൊണ്ടുവന്ന് എനിക്ക് പൈസ, അവർ ജയിലിൽ പണിയെടുത്ത കാശ് ഇവിടെ കൊണ്ടുവന്നിട്ട് പോകാറുണ്ട്. എത്ര ആളായിട്ട് ജയിലിലായിട്ട്? ഞാനിപ്പോൾ 8 വർഷത്തിലധികം. 8 വർഷത്തിൽ കൂടുതലായി. ഇനി ഇപ്പൊ എത്ര കൊലക്കേസ്? 2 കൊലക്കേസിൽ ശിക്ഷിച്ചു, ഹൈക്കോടതി ശരിവെച്ചു. നന്നായി ജീവിക്കണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. തീർച്ചയായും. എന്നാ പരോള് കഴിഞ്ഞ് കയറുന്നത്? ഞാൻ അടുത്ത മാസം 20-ാം തീയതി. ഞാൻ അവിടെ ജയിലിൽ പണിയെടുത്ത പൈസയാണ്. ബ്രദറിനെ കുറിച്ച്, സ്ഥാപനത്തെക്കുറിച്ചും കേട്ടപ്പോൾ അവിടെ പണിയെടുത്തതിൻ്റെ ഒരു ചെറിയൊരു ഓഹരി ബ്രദറിന് തരണമെന്ന് ആഗ്രഹമുണ്ട്. അതിനും കൂടെ വന്നതാണ്. ഓക്കെ. അനുഗ്രഹിക്കട്ടെ കേട്ടോ. സന്തോഷം. ഇവരെയൊക്കെ ആചരിക്കാനായിട്ട് ഏത് ജന്മത്തിൽ നടക്കുമെന്ന് അറിയാൻ പറ്റും. ഇവിടുത്തെ കാര്യങ്ങൾ 5:30 മുതൽ ഇവിടെ കുളിപ്പിക്കുക,
അത് കഴിഞ്ഞതിന് ശേഷം പ്ലാന്റിൻ്റെ കാര്യങ്ങൾ ഒരു ദിവസം 2000 രൂപ കൊടുത്താൽ പോലും ഈ മകൻ്റെ പണിയൊന്നും വില കൽപ്പിക്കാനാവില്ല. ഒന്നും ആരോടും പറയണ്ട, എല്ലാ ഇലക്ട്രിക് സെറ്റ് ഉൾപ്പെടെ. എവിടെ വീട്? ഹരിപ്പാട്. കാളിരാജിക്ക് വാ. ഇത് ബോഡി ഗാർഡ്. ഇവനെ കൊണ്ടുവന്ന് പോലീസ് കൊണ്ടു തന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ എങ്ങനെ ഇപ്പോൾ ഇവിടുത്തെ വാച്ചറാ. എന്താ പേര്? കാളിരാജ സാർ. ഭാര്യ മക്കളും വീട്ടിലിരിക്കണം. ഇവിടെ വന്നായിരുന്നു? ശമ്പളം കൊടുത്തായിരുന്നോ? കൊടുത്തു സാർ. ഇവിടെ വന്ന് തെരുവിൽ കിടന്നവന് ശമ്പളം കൊടുത്ത് ഭാര്യയും മക്കളും ഒന്ന് മേടിച്ചിട്ട് പോണ സ്ഥിതിയിലേക്ക് ദൈവം ഒപ്പിച്ച്. പ്രകാശനും മാസം തോറും പൈസ ബാങ്കിലിടുകയാണ്. ഇത് പറയാൻ കാരണം, എന്താണ് ആശ്രമം? പലരും ചോദിക്കും എന്താണ് ആശ്രമം? ആശ്രമം പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹമാകും. ഇന്ത്യയുടെ പല ഭാഗത്തുള്ള പല ദേശക്കാരെ, പല ഭാഷക്കാരെ ഈ മേരി ഭക്ഷണം പാചകം ചെയ്ത് പ്രാർത്ഥിച്ച് ഇവർക്ക് കൊടുത്ത് കഴിച്ചുകൊണ്ട് സൗഖ്യം പെട്ട് ഇവിടെ കഴിയുമ്പോൾ ഒരു ഭർത്താവായ ഞാൻ ഇപ്പോഴും എന്നോട് പിണങ്ങും ചിലപ്പോൾ. എന്താ കാര്യം എന്നറിയാം, വേറെ ഒന്നുമില്ല. ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും മേരിക്ക് എന്നെ 2-3 പ്രാവശ്യമെങ്കിലും കണ്ടിട്ടിരിക്കണം. അടുക്കള ചെന്നില്ലേ പരാതിയാണ്, പിണങ്ങും. ഇത്ര നേരം ഇവിടെ വരുന്നത്? ഞാൻ പറഞ്ഞ ആൾക്കാരൊക്കെ വന്നു, ആൾക്കാരെ നോക്കി ഇരുന്നു എന്നൊക്കെ പറയും. കാരണം അത് സ്നേഹമാണ്. ഈ സ്നേഹം നിങ്ങൾ കാണുന്ന ഓരോരുത്തരും മദ്യപാനികളായിട്ടുള്ളവരെ സ്നേഹം കൊടുത്ത് അവരെ നന്നാക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നന്നാവും. അതിൻ്റെ മാതൃകയാണ് മേരി പാടിയ പാട്ടിൽ അതെല്ലാം ഉണ്ട്. കഷ്ടങ്ങൾ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പാടാൻ അർഹതപ്പെട്ടവളാണ് പാടിയത്. ഇങ്ങനൊരു അവസരം ഇവിടെ വെച്ച് നടത്തിയതിന് 2 വാക്ക് പറഞ്ഞതിനും ജോസഫ് സാറിനും ടീമംഗൾക്കും സംഘടനയ്ക്കും നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് നന്ദിയോടെ എൻ്റെ ഭാര്യയെ നിങ്ങൾ ആചരിച്ചു. ഇവിടുത്തെ നേഴ്സുമാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും അടുക്കള നിൽക്കുന്ന മക്കളും നീ ഇതറിയുമ്പോൾ അടുത്ത പ്രാവശ്യം വരും സഹായിക്കുക, ആചരിക്കുക. അവരുടെ ആചരവിലൊക്കെ നന്ദി. എന്നെ മേജർ ആചരിച്ച സിസ്റ്റേഴ്സിനൊക്കെ ഒരുപാട് നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കുന്നു.